മക്കളെ, മുകളിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചോദ്യം എന്താണ് മക്കളെ? യെസ്, ബലത്തിന്റെ പ്രയോഗം ചലനത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ വാട്ട് ചേഞ്ചസ് ഇൻ മോഷൻ വാസ് ബോട്ട് അബൌട്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ്? ഇവിടെ നിങ്ങൾക്ക് ഒരു കുട്ടി ഒരു ഫുട്ബോൾ കളിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആ ഒരു കുട്ടി ആ ഒരു ഫുട്ബോളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്? പ്രധാനമായും 4 മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു അനങ്ങാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് ചലനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബലം കൊടുത്താൽ സാധിക്കുന്നുണ്ട്. ഇനി നേരെ തിരിച്ച്, അതായത് ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിലാക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ആ ഒരു വസ്തുവിന്റെ സ്പീഡ് എന്ത് ചെയ്യാം? ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്ഷനും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര പോയിന്റ് ആണ്? 4 പോയിന്റ് ആണ്. ഏതൊക്കെയായിരുന്നു മക്കളെ? യെസ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, വി ക്യാൻ മൂവ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ആൻഡ് വി ക്യാൻ ഓൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാൻ പറ്റും, ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പറ്റും. അടുത്ത പോയിന്റ് ഏതായിരുന്നു? വി അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദി മോഷൻ. അതായത് ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാനും നമുക്ക് ബലം പ്രയോഗിക്കാൻ പറ്റും.